പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ആ വചനങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. തുടർന്ന് ഇന്ന് 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കാനായിട്ടും ശ്രദ്ധിക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 7-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ അവന്റെ മേൽ വായിച്ചു. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്നു പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബീറ സിസ്റ്റർ. വളരെ മനോഹരമായി ആ വേദഭാഗം വായിച്ച് സഹായിച്ചതിന് ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. 7-ാമത്തെ അധ്യായം പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ തുടർച്ചയാണ് 7-ാം അധ്യായത്തിലും പൗലോസ് നമ്മെ വീണ്ടും ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതായത് പ്രീവിയസ് ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ചിന്തിച്ചത് ഒരു കാര്യം ഇതാണ്. പൗലോസ് നമുക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം ഇതാണ്. ഒരു ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണോ അവർ തുടരുന്നത്, അല്ലെങ്കിൽ ആ ഒരു അനലോജി വെച്ചുകൊണ്ടാണ് പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെതായ അനുഭവത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് അതിൽ നിന്നുള്ള ഒരു മോചനത്തിൽ എങ്ങനെയാണ് അടുത്ത ഒരു ജീവിതം നയിക്കേണ്ടത് എന്ന് നമ്മൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വായിച്ചു. പ്രധാനമായിട്ട് നീതിക്ക് ദാസന്മാരെന്നുള്ളത്. ഫോർ ഹും യു ആർ എൻസ്ലേവ്ഡ്, സ്ലേവ്സ് ബട്ട് സ്ലേവ് ടു എ ന്യൂ മാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അതായത് നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിയുടെ അടിമയായി, അല്ലെങ്കിൽ നീതിയുടെ ദാസന്മാരായി തീരുന്ന ഒരു ചിത്രമാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ 7-ാം അധ്യായത്തിൽ വീണ്ടും അതേ നിലയിൽ തന്നെയുള്ള ഒരു ചിത്രം, ഒരു ചിത്രീകരണം പൗലോസ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചിത്രീകരിക്കുന്ന ചിത്രമെന്ന് പറയുന്നത് ഒരു അടിമയുടെയും യജമാനൻ്റെയും ചിത്രമല്ല, മറിച്ച് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ചിത്രത്തിൽ നിന്നാണ്. എന്നാൽ അവിടെ ഒരു ഭാര്യാഭർത്ത ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഉഭയസമ്മത വിഷയങ്ങളെക്കുറിച്ചല്ല അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ അവിടെ ന്യായപ്രമാണത്തിന് അധീനതയിലായിരിക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിലായിരിക്കുന്ന അനുഭവം എങ്ങനെ എന്നുള്ളത് ഒരു സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. തുടർന്ന് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കമ്പാരിസൺ എന്ന് വരുത്താൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ നീതിക്ക് ദാസന്മാർ എന്ന നിലയിൽ ഉള്ള ചിത്രമാണ് പൗലോസ് നൽകിയിരുന്നെങ്കിൽ, മേ ബി ഇൻ വൺ സെൻസ് വി ആർ എൻസ്ലേവ്ഡ് ബട്ട് ടു എ ന്യൂ മാസ്റ്റർ.
ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ മാരീഡ് ബട്ട് മാരീഡ് ടു എ ന്യൂ ഹസ്ബൻഡ്. ആ ആ ഒരു ഒരു ആ ഒരു 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 ചിത്രത്തിന്റെ ആ ഒരു 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 ആ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നേരത്തെ യു ആർ സ്ലേവ് ബട്ട് യു ആർ എൻസ്ലേവ് ടു എ ന്യൂ മാസ്റ്റർ. ഇവിടെ യു ആർ മാരീഡ് ബട്ട് നോട്ട് ടു എ കൈൻഡ് ഓഫ് ഹസ്ബൻഡ്, മാരീഡ് ടു എ ന്യൂ ഹസ്ബൻഡ് എന്നൊരു ഒരു ചിത്രം പൗലോസ് ഇവിടെ വരച്ചു കാട്ടുകയാണ്. അത്ര വളരെ ഒരു ലിറ്റററി സ്റ്റൈല് പൗലോസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ നിലയിൽ അതിനെ കാണുന്നവർക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിൻ്റെ ആ പ്രാസം, അതിൻ്റെ അനലോജി, ആ ചിത്രീകരണം, അതെല്ലാം ഒരു കോർത്തിണക്കി പോകുന്ന, എവിടുന്നേലും കാട് കയറി എവിടുന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വെച്ച് പറയുന്ന രീതികളല്ല, മറിച്ച് ഓരോന്നും വളരെ ക്രമമായിട്ട് പറയുന്നൊരു രീതി ഒരു ഫ്രം എ ലിറ്ററേച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നെ വളരെയധികമായിട്ട് ആകർഷിച്ചു. കാരണം പൗലോസ് പറയുമ്പോൾ വളരെ ക്രമമായിട്ടും ചിട്ടയായിട്ടും അതിന് വേണ്ടതായ അലങ്കാരികമായ രൂപകങ്ങൾ ചേർത്ത് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അത് വിശദമാക്കുന്നത്. സോ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പൗലോസിന്റെ അടുത്ത ഒരു അനലോജിയെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ അതിനൊരു ശീർഷകം നൽകാൻ ഞാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു: മാരീഡ്, yes, of course it is a question mark, yes, but to which husband you are married എന്നുള്ള ഒരു വിഷയം ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ആൻഡ് മാരേജ് അല്ലെങ്കിൽ ന്യായപ്രമാണവും വിവാഹവും തമ്മിലുള്ള ഒരു ചിത്രം പൗലോസ് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് നിങ്ങൾ അറിയുന്നുവല്ലോ. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തിയ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ഇതൊരു പഴയ നിയമ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷനിൽ പൗലോസ് ഇത് പറയുന്നെങ്കിലും ഇന്ന് രാത്രികാലം ഒത്തിരി കാര്യങ്ങൾ ആത്മീയ അർത്ഥത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സാവധാനത്തിൽ ഒന്ന് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത്, ഇവിടെ ന്യായപ്രമാണവും വിവാഹവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പൗലോസ് വരച്ചു കാട്ടുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങൾ. ദ പവർ ഓഫ് ദ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഒന്നാമത്തെ വാക്യം വായിക്കുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. സോ പൗലോസ് ആദ്യം പറയുന്നത് വെരി പവർ ഓഫ് ദി ലോ, ന്യായപ്രമാണത്തിൻ്റെ ശക്തി. എന്നാൽ പൗലോസ് അവിടെ ഒരു ക്ലോസ് കൊടുക്കുകയാണ്. അതായത് പൗലോസ് കൊടുക്കുന്ന ക്ലോസ് ഇതാണ്: ഈ ന്യായപ്രമാണത്തിൻ്റെ ശക്തിക്കുണ്ടല്ലോ, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴേ അതിൻ്റെ ശക്തി ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴേ ന്യായപ്രമാണത്തിന് മേൽ അവൻ്റെ മേൽ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കൊടും കുറ്റവാളിയെ അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളിയായിരിക്കുന്ന കൊടും കുറ്റവാളിയായിരിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചെന്ന് ഇരിക്കട്ടെ. ആ വ്യക്തി സത്യത്തിൽ നിയമത്തിനുള്ളിൽ താൻ നിയമവിധേയനായി തനിക്ക് മേൽ വിചാരണ നടത്തും. നിയമങ്ങൾ വെച്ച് തന്നെ തനിക്ക് മേൽ വിചാരണ നടത്തും. താൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ അതിന് കൊടുക്കുന്ന ന്യായവിധി എന്താണോ, ശിക്ഷ എന്താണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിയമം അനുശാസിക്കുന്ന ന്യായവിധി ആ വ്യക്തിക്ക് കൊടുക്കും. ഒരുപക്ഷെ തൂക്കിക്കൊല്ലാനാണെങ്കിൽ തൂക്കിക്കൊല്ലാം, അല്ലെങ്കിൽ ജീവപര്യന്തം ഇടാനാണെങ്കിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് വർഷങ്ങൾ ജയിലിലിടാനാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം താൻ ചെയ്ത കുറ്റത്തിന് അനുസൃതമായിട്ടാണ് തൻ്റെ മേലുള്ള ന്യായപ്രമാണത്തിൻ്റെ വിധിന്യായം നടക്കുന്നത്. ദ ലോ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തി ചെയ്ത കുറ്റവും ഈ വ്യക്തി ചെയ്ത കുറ്റത്തിൻ്റെ അനുസൃതമായിട്ടാണ്. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്: ഈ വ്യക്തി മരിച്ചു പോയാലോ, ഈ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ നിയമത്തിനെല്ലാം ബാധകമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വലിയ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വീരപ്പൻ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. വനാന്തരങ്ങളിലും വനങ്ങളിലൊക്കെ
ജീവിച്ചു പോകുന്ന ഒരു നക്സലൈറ്റ് കൈൻഡ് ഒരു വ്യക്തി വീരപ്പൻ. അദ്ദേഹത്തെ പിടിക്കാനായിട്ട് തമിഴ്നാട് സർക്കാർ ആകുന്ന പരിശ്രമം പലതും നോക്കി. കർണാടക സർക്കാരും കേരളയും തമിഴ്നാടും എല്ലാം ചേർന്ന് പല ആവർത്തി പലപ്പോഴും താൻ രക്ഷപ്പെടും. പലപ്പോഴും പല സ്വാധീനങ്ങളിൽ താൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവസാനം അദ്ദേഹത്തെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന് മേൽ ലുക്ക് ഔട്ട് വാറൻ്റ് ഉണ്ട്. അദ്ദേഹത്തെ പിടിക്കുന്നവർക്ക് പാരിതോഷികമുണ്ട്. അദ്ദേഹത്തെ കൊന്നു തരുന്നവർക്ക് പാരിതോഷികം. എന്ത് വേണേലും, ഏത് നില വേണേലും അത് ചെയ്യാം. അപ്പോൾ ഒത്തിരി ഹി വാസ് ബൗണ്ട് ടു സെവറൽ ലോസ്, അതായത് പല നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ട് പല നിയമങ്ങൾക്കുള്ളിൽ താൻ ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്. എന്നാൽ ഫൈനലി ഒരു ദിവസം ഒരു എൻകൗണ്ടറിൽ എന്ത് സംഭവിച്ചു? ഈ വീരപ്പൻ മരിച്ചുപോയി. പോലീസുകാരും പട്ടാളക്കാരും കൂടെ തമ്മിലുള്ള നടന്ന ഒരു, അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു ഫയറിങ്, ഒരു എൻകൗണ്ടറിങ് വെച്ച് എന്ത് സംഭവിച്ചു? വീരപ്പൻ മരിച്ചുപോയി. പക്ഷെ വീരപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീരപ്പൻ്റെ വിചാരണയില്ല. വീരപ്പനെ കുറിച്ച് പിന്നെ വിസ്തരിക്കുന്നില്ല. വക്കീൽ വരണ്ട, കോടതി കയറ്റണ്ട, അവിടെ പിടിക്കണ്ട, ജയിലിലിടണ്ട, യാതൊരു കാര്യവും എന്തില്ല. ഈ വ്യക്തി മരിച്ചതോടുകൂടി ഇല്ല. എത്ര വലിയ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ കേസ് അവിടെ ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ പിന്നീട് നിയമം അദ്ദേഹത്തിന് ബാധകമല്ല. എത്രയൊക്കെ നിയമത്തിനകത്ത് കടന്ന വ്യക്തി, നിയമക്കുരുക്കിനകത്തും നിയമത്തിൻ്റെ വിധിന്യായത്തിൽ ഉൾപ്പെട്ടവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധിയും അദ്ദേഹത്തിന് നേരെ പുറപ്പെടുവിക്കാനായിട്ട്. അത് തന്നെ ആ ഒരു ലാംഗ്വേജ്, ആ ഒരു സംഗതി തന്നെയാണ് പൗലോസ് ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും, അതെ, ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിൻ്റെ അവൻ്റെ മേൽ അധികാരമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്, നാം 6-ാമത്തെ അധ്യായത്തിൽ വായിച്ചു വന്നപ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശു ക്രൂശിൽ പാപത്തിന് വേണ്ടി മരിച്ചപ്പോൾ നാമും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. 6-ാം അധ്യായം 6-ാമത്തെ വാക്യം, നമ്മൾ റോമാലേഖനം 6-ാമത്തെ വാക്യം, 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവനോടുകൂടെ നമ്മൾ അവനെ ക്രൂശിച്ചിരിക്കുന്നു, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സോ ഇൻഫാക്ട് നമുക്കൊരു മരണം സംഭവിച്ചു. സോ വി ആർ ഡെഡ് ടു ലോ. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു പദമുണ്ട്, ഫ്രൈസ് ഉണ്ട്. എത്ര പേര് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വി ആർ ഡെഡ് ടു സിൻ. പ്രൈസ് ദി ലോർഡ്. പാപം സംബന്ധമായി മരിച്ചു. അത് അന്നേരം ഞാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്നറിയാം. കണ്ടിന്യൂസ് വീടി വലിക്കുന്ന ആൾ, സിഗരറ്റ് വലിക്കുന്ന ആൾ, കള്ളു കുടിക്കുന്ന ആളാണ്. മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കള്ളു കുടിക്കാനും തോന്നത്തില്ല, സിഗരറ്റ് വലിക്കാനും തോന്നത്തില്ല, എന്തൊക്കെ ഈവിൾ ലൈഫ് ജീവിച്ച വ്യക്തിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഹീസ് എ വെരി ഡീസെന്റ്. അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമേ അല്ല. സോ ദാറ്റ് പിക്ചർ ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് യു ആർ ഡെഡ് ടു സിൻ. പാപം സംബന്ധമായി മരിച്ചു. അതേ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ദ പവർ ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ ശക്തി ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ, എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ? അവൻ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, ജഡത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മേൽ നിയന്ത്രണമുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചു കഴിയുമ്പോൾ, വെൻ വി ആർ ഡെഡ് ക്രൂസിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിൽ ഒരു മരണം സംഭവിക്കുന്നു. നമ്മളിൽ ഒരു ക്രൂശിന്റെ അനുഭവത്തിൽ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. അങ്ങനെ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശക്തി അവിടെ ഇല്ലാതെയാകും എന്നാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. മാത്രവുമല്ല, അടുത്ത ആ വാക്യങ്ങൾ തന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പൗലോസ് വീണ്ടും 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള ശക്തിയിൽ നിന്നുള്ള തൻ്റെ വിടുതലിന് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ മുമ്പ് എല്ലാം പറഞ്ഞു വന്നതായ ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ ഒരു വിഷയമാണ് അവിടെ ഓർപ്പിക്കുന്നത്. അവിടെ പറയുന്ന 2-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ന്യായപ്രമാണത്തിൻ്റെ ബന്ധത്തിലാണ്.
അതായത് പഴയ നിയമ പ്രമാണം അനുസരിച്ചും ദൈവജനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചും ഭാര്യ ഒരിക്കലും എന്ത് ചെയ്യും, ഭാര്യ തന്റെ അപ്പനെ അമ്മയും വിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് തന്റെ അമ്മയും അപ്പയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ അവർ ഒരു ദേഹമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായി തുടരുന്ന സമയത്ത് ഈ ഭർത്താവ് മറ്റൊരു ഒരു സ്ത്രീയെ സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അത് ന്യായപ്രമാണത്തിന് വിരോധമാകും. അതോടൊപ്പം തന്നെ ഈ ഭാര്യ മറ്റൊരു ഭർത്താവിനോടൊപ്പം ചേർന്നാൽ വ്യഭിചാരിണി എന്ന് വിളിക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യായപ്രമാണം നിലനിൽക്കുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായ പ്രമാണത്തിനൊഴിവുള്ളവളായി. ഇനിയും ഒന്നുകിൽ അവൾക്ക് രണ്ടാമത് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അവൾക്ക് ആ ഭർത്താവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, മൂന്നാമത്തെ വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് പറയും. എന്നാൽ ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസ് കൊടുക്കുന്ന ചിത്രം ആ മാരിറ്റൽ റിലേഷൻഷിപ്പിനുള്ള ബന്ധത്തിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വിവാഹ ഉടമ്പടിയുടെ ഉഭയസമ്മതത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല പൗലോസ് ഇവിടെ പറയുന്നെങ്കിലും ഒരു പ്രത്യേക വിഷയം ഓർപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഇവിടെ ആ ഒരു ചിത്രം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദി ലോ. എന്നാൽ ഭർത്താവ് ഇല്ലാതെ ആയാൽ പിന്നെ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനോടുള്ള ന്യായപ്രമാണം അനുശാസിക്കുന്ന അനുഭവത്തിൽ പിന്നെ തുടരേണ്ട കാര്യമില്ല എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഈ ഒരു വസ്തുത നാം അവിടെ മനസ്സിലാക്കുമ്പോൾ നാം ഒരു പഴയ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി മണവാളനായി തീർന്ന് ഒരു പുതു മണവാളനായി യേശു ക്രിസ്തു അവതരിച്ചു കഴിയുമ്പോൾ വി ആർ മാരിഡ് ടു എ ന്യൂ പേഴ്സൺ, ദാറ്റ് ഈസ് നൺ അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ വിവാഹം കഴിക്കാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഓർ വി ആർ ബീൻ ബോൺ ടു എ ന്യൂ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ വി ആർ നൗ ഇൻ റിലേഷൻ വിത്ത് എ ന്യൂ പേഴ്സൺ. പഴയ പേഴ്സൺ എന്ത് ചെയ്തു? അത് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇവിടെ അത് മരിച്ചതുകൊണ്ട്, ആ റിലേഷൻ ഇവിടെ അവസാനിച്ചതുകൊണ്ട് വി ആർ നൗ ഫ്രീഡ്, ഓർ വി ഗോട്ട് എ ഫ്രീഡം ടു ഹാവ് എ ന്യൂ റിലേഷൻഷിപ്പ്. നമുക്ക് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് കഴിയുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശക്തി അതൊരു പഴയ റിലേഷൻഷിപ്പിൻ്റെ ബന്ധമായ ആ അഗാധത്തെ സൂചിപ്പിച്ചുവെങ്കിൽ ആ ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം പ്രാപിച്ച നാം ഓരോരുത്തരും ഒരു പുതിയ ബന്ധത്തിൻ്റെ ഉടമകളായി മാറി. നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളായി മാറി. പ്രൈസ് ദി ലോർഡ്. സോ വി ആർ നൗ ഹാവിങ് എ ന്യൂ റിലേഷൻഷിപ്പ്. പഴയ റിലേഷൻഷിപ്പ് പോയി, അതിനെക്കുറിച്ച് ഇനി ഓർക്കണ്ട, അത് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് ആദ്യത്തെ 2 വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത്. അടുത്തൊരു ഭാഗം പ്രധാനമായിട്ട് നമുക്ക് ഒത്തിരി പ്രായോഗിക വിഷയങ്ങൾ തരുന്ന ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം. അതായത് അടുത്തത് അതിൻ്റെ 4-ാമത്തെ വാക്യം. നമുക്കിനിയും ഈ ഒരു പുതിയ ബന്ധത്തിലുള്ള ലിബർട്ടി, ഒരു ഫ്രീഡം ഉണ്ട്. ഈ ഒരു പുതിയ മാരേജ് അല്ലെങ്കിൽ പുതിയ റിലേഷനിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ചില ഫ്രീഡം ഉണ്ട്, അതിനകത്ത് തന്നിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. 4-ാമത്തെ വാക്യം അത് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് പ്രൈസ് ദി ലോർഡ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന്, ടു അനദർ പേഴ്സൺ, വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരമുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് പാപം സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ ടോണിൽ അടുത്തൊരു വിഷയം പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. ഈ ഒരു ഭാഗത്ത്
വി ആസ് ക്രിസ്ത്യൻസ്, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ, വിശുദ്ധന്മാരെന്ന നിലയിൽ ഈ പുതിയ ബന്ധത്തിന്, പുതിയ മാരേജിൽ, പുതിയ ബന്ധത്തിൻ്റെ ഭർത്തവ്യ ഉത്തരവാദത്തിൽ, അല്ലെങ്കിൽ പുതിയ ഭാര്യ ഭർത്താവിൻ്റെ ഉത്തരവാദത്തിൽ നമുക്കൊരു ഫ്രീഡമുണ്ട്, നമുക്കൊരു ഫാമിലിയൽ റിലേഷൻഷിപ്പ് ഉണ്ട്, നമുക്കതിനകത്ത് ചില ഫലം കായ്ക്കുന്ന അവസ്ഥയുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ അടുത്ത ഭാഗം 4-ാം വാക്യം തന്നെ വ്യക്തമാക്കുകയാണ്. അവിടെ വായിക്കുക, അതുകൊണ്ട് സഹോദരന്മാർ, ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവന് ആകേണ്ട നിങ്ങളും ക്രിസ്തുവിന് ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചു. സോ ദർ ഈസ് എ ഡെത്ത് ഹാപ്പൻ ടു ദ ലോ. അപ്പോൾ പഴയ പ്രമാണം ഇനി നമ്മളെ പിടിക്കാൻ വരത്തില്ല, പഴയ പ്രമാണം ഇനി നമ്മളെ ഒരിക്കലും വേട്ടയാടത്തില്ല. ദ ഡെത്ത് ടു ദ ലോ ത്രൂ ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനാൽ നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടായി. ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായി കഴിഞ്ഞു. ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിക്കാനിടയായി തീർന്നു. Praise the Lord. So death of the Christ brought freedom from the power of this law. ഈ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡെത്ത് ഓഫ് ദി ലോ, ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബോട്ട് ദ ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് സിൻ. 6-ാം അധ്യായം സിന്നിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. 7-ാം അധ്യായം പറയുമ്പോൾ, ഇവിടെ 7-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത്, ദ സെയിം ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ബ്രോട്ട് ഫ്രീഡം ഫ്രം ദി പവർ ഓഫ് പ്രൈസ് ദി ലോർഡ് ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് താങ്കൾ എത്തുകയാണ്. ഡെത്ത് ടു ലോ. പ്രൈസ് ദി ലോർഡ്. പാപം, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇനി ആ ന്യായപ്രമാണത്തിൻ്റെ റിജിഡിറ്റി അല്ല നടക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണം എല്ലാം കൂടെ അങ്ങ് ടോട്ടലി ഒരു റോങ് ആയതുകൊണ്ട് അത് ഇനി മൊത്തത്തിൽ കളഞ്ഞിട്ട് പുതിയതായ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നതിനെക്കാട്ടിലുപരി ഇവിടെ പൗലോസ് ആ ന്യായപ്രമാണത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്, ദ ലോ ഈസ് മോർ റിജിഡ് ആൻഡ് ലോ ഈസ് മോർ ഡെത്ത്ഫുൾ. അതിൻ്റെ ചില വിശദാംശങ്ങൾ അടുത്ത ഭാഗം പറയുമ്പോൾ ഞാനത് പറയാം. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാർ, ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് വേണ്ടി വി ആർ കമ്മിറ്റഡ് എ ന്യൂ ഫാമിലി മാരിഡ് ടു അനദർ. നമ്മളിനി ഒരു പുതിയ ബന്ധത്തിൻ്റെ ഉടമയായി മാറി. നമ്മൾ പഴയ അനുഭവത്തിൽ നിന്ന് മാറി, പഴയ അനുഭവത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് മാറി നമ്മളൊരു പുതിയ പുരുഷൻ, പുതിയ ബന്ധത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ അത് തന്നെയാണ് സഭയോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴും സഭയോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകളും അത് തന്നെയല്ല. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, സഭ എന്നൊരു ഒരു ചിത്രമാണ് ഭാര്യ ഭർത്ത ബന്ധത്തിനും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സഭ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു. സോ വി ആർ മാരിഡ് ടു എ ന്യൂ പേഴ്സൺ, വി ആർ ഗോയിങ് ടു ബി വി ആർ ബീൻ എൻഗേജ്ഡ് വിത്ത് എ ന്യൂ പേഴ്സൺ. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? സഭ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താവിന് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നതോ അതുപോലെ സഭ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് വലിയൊരു മർമ്മമാണ് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നത്. വി ആർ എൻറ്റേർഡ് ഇൻ ടു എ ന്യൂ ഫാമിലി. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വീണ്ടും ഓർപ്പിക്കുന്നു, താഴോട്ട് വായിക്കും, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യ. അപ്പം കർത്താവ് നമ്മെ വില കൊടുത്ത് വാങ്ങി നമ്മെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വി ആർ ഇൻ എ ന്യൂ ഫാമിലി. നമ്മളൊരു പുതിയ ഫാമിലിയിലായിരിക്കുകയാണ്. നമ്മൾ പുതിയ ഒരു പ്രമാണത്തിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഒരു വ്യവസ്ഥയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. വി ആർ ഇൻ എ ന്യൂ ഫാമിലി. പ്രൈസ് ദി ലോർഡ്. ഈ സാധാരണ വിവാഹമൊക്കെ കഴിച്ച് പുതിയ വീട്ടിലേക്കൊക്കെ പോകുമ്പം പലരും പ്രത്യേകിച്ച് ഈ പുതിയ ഫാമിലി ലൈഫിൻ്റെ ഓർഡറിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ് എന്ന് ഈ വിവാഹ ശുശ്രൂഷ വേളകളിൽ, വേദികളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രസംഗമുണ്ട്. നമ്മൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളൊത്തിരി പഴയ നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകണം. ഇത് സാധാരണ നമ്മുടെ കല്യാണ വേദികളിലൊക്കെ എല്ലാ ദൈവദാസന്മാരും ഇത് തന്നെ
വിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ബീങ് എൻറ്ററിങ് ഇൻ എ ന്യൂ ലൈഫ്, ന്യൂ ഫാമിലി വിൽ ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ അപ്രോച്ച്, ചേഞ്ച് യുവർ തിങ്കിങ്. ഇതെല്ലാം മാറിയില്ലെങ്കിൽ ആ ഫാമിലി ലൈഫ് സ്പോയിൽ ആയി പോകും. ആ ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകത്തില്ല. ആ ഫാമിലി ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. സോ എ ഫാമിലി ഓർ ഫാമിലി കവനന്റ് ഓർ എ റിലേഷൻഷിപ്പ് ഇൻ എ ന്യൂ ഫോം ഓൾവേസ് റിക്വയർസ് എ കൈൻഡ് ഓഫ് എ ലൈഫ് which has changes in attitude, actions, approach, everything. അപ്പോൾ അവിടെ അതെല്ലാം എന്ത് ചെയ്യണം? സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കുമ്പോഴാണ് ആ ന്യൂ ലൈഫിൽ ഒരു ന്യൂനെസ് ഉണ്ടാകുക. അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം, when we are also coming into that new relationship with our God, ദൈവവുമായുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പുതിയ ഒരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പഴയ ആ ന്യായപ്രമാണത്തിൻ്റെ ക്ലച്ചസ്, ആ കൈൻഡ് ഓഫ് റിജിഡിറ്റീസ്, അതെല്ലാം ഒഴിവാക്കപ്പെടണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതില്ലെങ്കിൽ ആ അവസ്ഥ മാറിയില്ലെങ്കിൽ വി ആർ നോട്ട് ട്രൂലി എ മെമ്പർ ഓഫ് എ ന്യൂ ഫാമിലി, ട്രൂലി എ മെമ്പർ ഓഫ് ക്രൈസ്റ്റ് ഓർ ക്രൈസ്റ്റ് ഫാമിലി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പേരിൽ നമ്മൾ വിശ്വാസികളാണ്, പേരിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ നമ്മുടെ അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം. ഞാൻ ഈ പറയുമ്പോഴും ഞാൻ ഈ സംസാരിക്കുമ്പോഴും ഡു ദിസ് അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് കംസ് ഫ്രം എൻ്റെ ജഡത്തിൽ നിന്നാണോ ഇത് വരുന്നത്? എൻ്റെ ജഡമാണോ ഈ സംസാരിക്കുന്നത്? എൻ്റെ ജഡമാണോ ഈ ചിന്തിക്കുന്നത്? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശക്തമായി പരിശോധിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നമ്മൾ ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നാം അതുകൊണ്ട് സഹോദരന്മാരെ ദൈവത്തിന് ഫലം, നമ്മൾ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമുക്കൊരു ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ദൈവം സൃഷ്ടിച്ച സമയത്ത്, ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അറിയാം, ദൈവം സൃഷ്ടിച്ചപ്പോൾ അതാത് തരം ഫലം കായ്ക്കുന്ന ലതാദികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കിയപ്പോൾ ഹി മെയ്ഡ് ഷുവർ ടു മേക്ക് വൺ തിങ് വെരി സ്പെസിഫിക്. എല്ലാത്തിനും എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഒന്നും ഫലം കായ്ക്കാത്തതൊന്നും അവിടെ ഉണ്ടാകും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. അവിടെ അതാത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരു ഫലവും തരാത്ത ഒന്നിനെയും ദൈവം, ഒരു ചെറിയ തൊട്ടാവാടിയാണെങ്കിലും അതിനൊരു പൂവുണ്ട്, ഒരു ചെറിയ ഒരു ഗ്രാസ് ആണെങ്കിലും അതിനൊരു ഫലം വരുന്നുണ്ട്, അതിനകത്തൊരു ചെറിയ പൂ വിടരുന്നുണ്ട്. ഇതെല്ലാം അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവമക്കളായ നമ്മൾ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ ആർ വി പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്? നമ്മൾ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണോ? ആർ വി പ്രൊഡ്യൂസിങ് ഫ്രൂട്ട് ഇൻ അവർ ലൈഫ്? അപ്പോൾ ദ ന്യൂ relationship, there is a liberty in that marriage or in that relations, a new freedom, a new family നമ്മളിലേക്ക് വന്നിരിക്കുന്നു, നമ്മൾ ന്യൂ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കുന്നു. there is a new fruitfulness, ഫലം കായ്ക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അത് വന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ പറഞ്ഞിട്ട് പൗലോസ് മുന്നോട്ട് പോവുകയാണ്. സോ our life and marriage, ഇനി നമ്മുടെ ജീവിതം. സോ 3 things it is very specific. ഒന്ന്, the law and the marriage, ന്യായപ്രമാണവും വിവാഹവും തമ്മിലുള്ള ആ ഒരു അവസ്ഥ. then our liberty and marriage, നമുക്ക് പുതിയ ഈ വൈവാഹിക ബന്ധത്തിലുണ്ടായ സ്വാതന്ത്ര്യം. മൂന്നാമത്തേത് the kind of a life in that marriage. അവിടെ രണ്ട് കാര്യങ്ങൾ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. There is a comparison again, Paul making on two life, the old life which was in sin and a new life in the spirit. പഴയ ജീവിതം നമ്മൾ പാപത്തിലായിരുന്നു, പുതിയ ജീവിതം ആത്മാവിലാണ്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു.
പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വി വേർ ഒന്ന്, വി വേർ ഇൻ ഫ്ലഷ്, നാം ജഡത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ജഡം വീണ്ടും നമ്മളിലൊക്കെ എവിടേക്കോ അധികമായി കിടപ്പില്ലേ? എന്നോടാ ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ ജഡം എപ്പോഴെങ്കിലും ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ജഡത്തിലാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, വി ആർ സ്റ്റിൽ ഇൻ എ ഓൾഡ് റിലേഷൻഷിപ്പ്. നമ്മൾ ആ പഴയ ജഡത്തിൻ്റെ അനുഭവത്തിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ഷൻസ്, ഇതെല്ലാം എന്ത് ചെയ്യണം? വാസ്തവത്തിൽ ജഡത്തിനാൽ പ്രേരിതമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജഡം പലപ്പോഴും നമ്മെ ദേഷ്യപ്പെടാനായിട്ട് പറയും. ജഡം നമ്മളോട് എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ ചിന്തിപ്പിക്കാനായിട്ട് പറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവായിരിക്കും നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റിവിറ്റി ഒന്നും നമ്മളോട് പറയും. പണ്ട് ഒരിക്കൽ ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു ദൈവദാസൻ, എൻ്റെ ഒരു സീനിയർ ദൈവദാസൻ, സീനിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശുശ്രൂഷ മേഖലയിൽ എനിക്ക് അധികാരപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അധികാരമായി കാണുന്ന ഒരു വ്യക്തി എന്നോട് വളരെ വളരെ ക്രൂരമായെന്നല്ല, വളരെ റഫായിട്ടൊരു രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാനിത് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. അത് നമ്മളാണ് ആരോട് ഒരു പ്രയാസത്തിന്, ദോഷത്തിന് നമ്മൾ പോയിട്ടില്ല, പിന്നെ ഇത്. അപ്പോൾ പിന്നെ അന്നേരം ഞാനിത് വൈഫിനോടൊക്കെ പറയുമ്പോൾ ഇന്ന വ്യക്തി ഇതുപോലെ എന്നോട് പറഞ്ഞല്ലോ, എന്താന്ന് പറഞ്ഞപ്പം അവൾക്ക് ഭയങ്കര ആ വ്യക്തിയോടൊരു ഭയങ്കര വിരോധമായി. എന്തിനാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? അപ്പം ഞാൻ പിന്നെയും ചിന്തിച്ചു, ഹീ ഈസ് എ senior and an authoritarian person, so he has the very right to say that to me. Praise the Lord. അത് നിങ്ങളുടെ കമ്പനിയിലെ ബോസ് നിങ്ങളോട് വഴക്ക് പറഞ്ഞാൽ, അയ്യോ ബോസ് എന്നെ എന്തിനാ വഴക്ക് പറഞ്ഞേ എന്ന് നമ്മൾ ചിന്തിക്കും. ഇല്ല, ഹി ഹാസ് എ റൈറ്റ് ടു സേ ദാറ്റ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ബോസ് എന്നെ വഴക്ക് പറയണം. പറഞ്ഞില്ലെങ്കിൽ ബോസിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഞാൻ എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ അത് ശാസിക്കണം, എന്നെ വഴക്ക് പറയണം, എന്നെ അതിന് ഹി ഹാസ് എ കൺട്രോൾ ഓവർ മീ. അപ്പോൾ ഞാൻ അതിന് ബോസ് വഴക്ക് പറഞ്ഞാൽ നിൻ്റെ ജോലി കൈവച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം അവിടെ നിന്ന് പോകത്തില്ല. നമ്മൾ ആ ബോസ് പറയാനുള്ള തൻ്റെ അധികാരം ഉപയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നതുപോലെ പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുകയോ കാണുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു. കാരണം എന്താണ്? എന്നാലും അത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? എന്നോടെന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? എന്നോടെന്ന് തന്നെ അങ്ങനെ പറയാം? ഞങ്ങളോട് എന്തിനാ അങ്ങനെ പറയുന്നത്? സോ അവിടെയെല്ലാം എന്തുണ്ടാകുന്നു? നമ്മുടെ ജഡമാണ് നമ്മളുടെ ഈ റിബൾട്ട് ചെയ്ത് തിരിച്ച് ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിക്കും. എന്നാൽ മറിച്ച്, യെസ്, is that person has a right to speak to me in that form? Yes, definitely. If it has, I have to accept it. Praise the Lord. ഇപ്പോൾ ഒരു പാസ്റ്ററിന് നിങ്ങളോട് കർശനമായിട്ടൊരു കാര്യം പറയണമെന്ന് പാസ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യമാണ്. സോ ഇഫ് ദറ്റ് പാസ്റ്റർ യൂട്ടിലൈസ് ദാറ്റ്, ഡെഫിനറ്റ്ലി ആസ് എ ബിലീവർ യു ഹാവ് ടു റിസീവ് ഇറ്റ് ദാറ്റ് ഇൻ ദാറ്റ് സെൻസ്. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങനെ പറയാൻ വന്നൊന്നുമില്ല, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ഈഗോയും ഇമോഷനോ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയോ സെൻസിറ്റിവിറ്റിയോ ഒക്കെ ഉണരുന്നുവെങ്കിൽ മേക്ക് ഷുവർ ജഡമാണ് നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുന്നത്, ജഡമാണ് നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നത്, ജഡമാണ് നമ്മളെ റിബലാക്കുന്നത്, ജഡമാണ് നമ്മളോട് തിരിച്ച് പ്രതികരിക്കാൻ പറയുന്നത്. എന്നാൽ ജഡം മരിച്ചിരിക്കുകയാണെങ്കിൽ, ജഡമില്ലാതിരിക്കുകയാണെങ്കിൽ, ന്യൂ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഒരു ദൈവസമാധാനം കണ്ടെത്താൻ, ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ, അതിനകത്തൊരു സാധ്യത കണ്ടെത്താൻ, അതിനകത്തൊരു നീക്കുപോക്ക് കണ്ടെത്താൻ, അതിനകത്തൊരു സമവായം കണ്ടെത്താൻ, അതിനകത്തൊരു വഴി കണ്ടെത്താനാണ് ഈ ന്യൂ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് നമ്മളോട് പറയുന്നത്. എന്നാൽ ദ ഓൾഡ് ലൈഫ്, എന്നാലും അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ. തിരിച്ച് ഞാൻ നമുക്ക് അതിനോട് പ്രതികരിച്ചാലേ സംഭവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ സ്റ്റാറ്റസിൽ വരുമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ആൾക്കാരെ സ്റ്റാറ്റസ് വായിക്കുമ്പോൾ റിയലി ദാറ്റ് സീംസ് ദാറ്റ് ദെയർ ഹാർട്ട് ഈസ് ബീൻ എക്സ്പോസ്ഡ് ഇൻ ദാറ്റ് സ്റ്റാറ്റസ്.
പ്രൈസ് ലോഡ്. പലരുടെയും സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുമ്പോൾ ദൈവമേ എന്താ ചെയ്യുന്നത് എന്ന് ഞാൻ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ലോഡ്, ഹല്ലേലൂയ. അപ്പോൾ സി, എവറിത്തിങ് ഈസ് സംവെയർ കണക്റ്റഡ് വിത്ത് അവർ ഫ്ലഷ്. ഇത് പറയുമ്പോൾ ഞാൻ വിശുദ്ധിയുടെ സിംഹാസനത്തിലിരുന്ന് പറയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ മനസ്സിലും ചിലപ്പോൾ ആ ജഡം ഉയരും. പ്രൈസ് ലോഡ്. എൻ്റെ റെസ്പോൺസിലും ചിലപ്പം ജഡം വരും. എൻ്റെ റിയാക്ഷനിലും ജഡം വരും. പ്രൈസ് ലോഡ്. ആ ജഡം വന്നു എങ്കിൽ ദാറ്റ് ഈസ് ക്ലിയർലി ആൻ എവിഡൻസ് ഓഫ് ദാറ്റ് ഓൾഡ് ലൈഫ് ഇൻ സിൻ. പ്രൈസ് ലോഡ്. ദൈവമക്കളായ നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇതെപ്പോഴും അരിച്ചുകൊണ്ടിരിക്കണം. ഇതെപ്പോഴും നമ്മൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം എവിടെയെങ്കിലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഒത്തിരി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ റിവൈൻഡ് ചെയ്ത് ചിന്തിക്കും, കർത്താവേ ഇത് ഞാനാണോ, എൻ്റെ ജഡമാണോ പറഞ്ഞത്, ഓർ ഇറ്റ് ഫ്രം മൈ ഇൻസ്റ്റിങ്ക്റ്റ് ആണോ ഇത് പറയുന്നത്, അതോ ഇത് തീർച്ചയായിട്ടും ഒരു ദൈവ നിയോഗത്തിലാണോ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിയോഗമാണ് നമ്മെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല എന്ത് ചെയ്യേണ്ടത്, ഇതിനോട് ജഡം നമ്മളിൽ ബലഹീനപ്പെടാനിടയാകരുത്. സോ ദ ഓൾഡ് ലൈഫ്, അവിടെ പൗലോസ്, ഇത് ബൈബിളിലുള്ള കാര്യം ഞാൻ പറയുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്താ, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. സോ വി വെയർ ഇൻ ഫ്ലഷ് ആൻഡ് വി വെയർ കൺട്രോൾഡ് ബൈ ദി മോട്ടീവ്സ് ഓഫ് സിൻ. നമ്മൾ പാപത്തിൻ്റെ മോട്ടീവിലാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. വി വെയർ ചലഞ്ച്ഡ് ടു ദ സിൻ ബൈ ദ ലോ. ന്യായപ്രമാണം സംബന്ധിച്ചുള്ള പാപത്തിൽ നമ്മൾ അകപ്പെട്ടിരുന്നവരായിരുന്നു. ബട്ട് വി വെയർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, we were working on our own death. അവിടെ തന്നെ അത് പറയുന്നുണ്ട്, പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രൊഡക്ഷൻ എന്തിലേക്കാണ് പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. മരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് അല്ല, മറിച്ച് ന്യായപ്രമാണം സംബന്ധിക്കുന്നതായ ഇനാക്റ്റീവ്നെസ്, ന്യായപ്രമാണം സംബന്ധിക്കുന്നതായ അൺഫ്രൂട്ട്ഫുൾനെസ്, പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്ന നിർജീവാവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥ, നിർജീവാവസ്ഥ. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചോദിച്ചു മേടിക്കുന്ന മരണത്തിൻ്റെ ഫലം കായ്ക്കത്തക്കവണ്ണമായി നമ്മൾ ജീവിക്കുകയായിരുന്നു. when we were engaged in an old life, or when we were before entering into the new relationship with the Lord. എന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ വീണ്ടും പൗലോസിൻ്റെ അധരങ്ങളിലൂടെ, തൻ്റെ തൂലികളിലൂടെ നമ്മളോട് അറിയിച്ച വാക്യം, അവസാനത്തെ വാക്യം, 6-ാമത്തെ വാക്യം, ഇപ്പോഴോ നാം, now we have been released from the law, having dead to that by which we are bound. ന്യായപ്രമാണത്തിൻ്റെ ആ വലിയ ക്ലച്ചസിൽ നമ്മൾ ബൗണ്ട് ചെയ്യപ്പെട്ടിരുന്നതിനെ, അതിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യപ്പെട്ടിരിക്കുകയാണ്. ന്യായപ്രമാണം നമ്മളോട് പല കാര്യങ്ങളിലും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യായപ്രമാണം നമ്മളെ പലപ്പോഴും ആ സ്വാതന്ത്ര്യത്തിലേക്ക്, വി വെയർ ബിൻ നോട്ട് റിലീസ്ഡ്. നമ്മളെന്താണെന്ന് നമുക്ക് പല കാര്യങ്ങളും നിബന്ധനകൾക്ക് വിധേയപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോഴല്ലേ നമ്മൾ പല കെട്ടുപാടുകളെ വിട്ടിട്ട് വരേണ്ടി വന്നത്, പല ചട്ടക്കൂടുകളെ നമ്മളെ വിട്ടേണ്ടി വന്നത്. നമ്മൾ ശുശ്രൂഷയ്ക്ക് നമുക്ക് മാനദണ്ഡങ്ങൾ വെക്കാതെ നമ്മൾ ശുശ്രൂഷയ്ക്കുള്ള വാതായനങ്ങൾ തുറന്നു കൊടുത്തത് നമ്മൾ ഈ പെന്തക്കോസ്ത് ജീവിതാനുഭവത്തിലേക്ക് വന്നപ്പോഴല്ലേ. പഴയ കാലങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളിലൊക്കെ പോയവർക്ക് നന്നായിട്ട് അറിയാം, വി വെർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഫ്രം ദാറ്റ് വെരി ബൗണ്ടഡ് ലോ. അതിനാണ് ഇവിടെ പറയുന്നത്, അക്ഷരത്തിൻ്റെ പഴക്കത്താലല്ല. പ്രൈസ് ദി ലോർഡ്. അക്ഷരത്തിൻ്റെ പഴക്കത്താലല്ല. ചിലർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്, അക്ഷരത്തിൻ്റെ പഴക്കത്താലല്ലെന്ന് പറയുന്നത് തിയോളജി ഒന്നും അല്ല, ആത്മാവിൻ്റെ
പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവശാസ്ത്രവും തിയോളജിയും ഒന്നുമല്ല. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഒരു ന്യായപ്രമാണം എഴുതി വച്ചിരിക്കുന്ന ന്യായപ്രമാണം നിങ്ങൾ തൊടരുത്, പിടിക്കരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നിങ്ങളുള്ള ന്യായപ്രമാണത്തിൻ്റെ വലിയൊരു ഒരു പരീശന്മാർ കീപ്പ് അപ്പ് ചെയ്തിരുന്ന ന്യായപ്രമാണത്തിൻ്റെ അക്ഷരം. അവർ ഓരോ കാര്യം നോക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ അത് എഴുതിയിട്ടില്ല, സോ യു കനോട്ട് ഡു. അടുത്ത കാര്യം പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ അത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പൗലോസിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ ഓരോ അക്ഷരം പ്രതി നോക്കി വിധിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ പരീശന്മാരുടെ ഒരു വലിയൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ മുടി വെട്ടാതിരിക്കാൻ, എങ്ങോട്ട് കുളിക്കണമെങ്കിൽ കുളിക്കണ്ടെങ്കിൽ ഇങ്ങനെല്ലാം ഓരോന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ന്യായപ്രമാണത്തിൻ്റെ അക്ഷരത്തിൻ്റെ പഴക്കം അവരെ ബന്ധിച്ചു വച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവിടെ ആത്മാവിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ പുതുക്കത്തിൽ സേവിക്കേണ്ടതിന്, ശുശ്രൂഷ തന്നെ വാക്കല്ല കൊടുത്തത്, ടു സെർവ് വിത്ത് ദ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയത് അതല്ലേ ഞാൻ ഒരു പ്രാവശ്യം സഭയിൽ പറഞ്ഞപ്പോൾ ശമര്യക്കാരൻ്റെ വിഷയം പ്രസംഗിച്ചപ്പോൾ പുരോഹിതനും ലേവ്യനും വന്നപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയാഞ്ഞത് എന്താണ്? പുരോഹിതനും ലേവ്യനും വന്നപ്പോൾ ആ വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഉടനെ അവിടെ എൻസൈക്ലോപീഡിയ പോലെ ന്യായപ്രമാണം പരിശോധിക്കില്ല, രക്തം പുരണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ തൊടാൻ പറ്റത്തില്ല, ഞാനൊരു പുരോഹിതനാണ്, രക്തം പുരണ്ട ഞാൻ എനിക്ക് ആലയത്തിൽ പോയി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോയി കുളിച്ച് വസ്ത്രം മാറി വരണം, അതുകൊണ്ട് തൊടത്തില്ല. ലേവ്യൻ ഞാനും ആ പുരോഹിതൻ്റെ ലീനേജിലുള്ളതാണ്, ആ പുരോഹിത ശുശ്രൂഷയിൽ ഭാഗവാക്കേണ്ട വ്യക്തിയാണ്, അതുകൊണ്ട് ഇല്ല, രക്തം ശമര്യക്കാരനാണ്, അവനെ തൊടാൻ പാടില്ല, അവനുമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാണ്, അവനെ തൊട്ട കഴിഞ്ഞാൽ ഞങ്ങൾ അശുദ്ധനാകും. ഇതെല്ലാം അക്ഷരത്തിൻ്റെ ആ പഴക്കം അവരെ തടഞ്ഞു, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ കൃപയാൽ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് ആ അക്ഷരത്തിൻ്റെ പഴക്കത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൻ്റെ ആ ക്ലച്ചസിൽ നിന്ന്, നമ്മുടെ റിജിഡിറ്റിയിൽ നിന്ന് ദൈവം നമുക്ക് മോചനം തന്നിട്ട് ആത്മാവിൻ്റെ ഒരു സേവനത്തിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പിന്നെയും എവിടെയെങ്കിലും ഈ ന്യായപ്രമാണം വെച്ച് നമ്മൾ പലതിനെയും പിടിച്ചു കെട്ടുന്നില്ലേ? ന്യായപ്രമാണം വെച്ച് പലതിനെയും നമ്മൾ വീണ്ടും ലോക്ക് ചെയ്യുന്നില്ലേ? ന്യായപ്രമാണം വെച്ച് നമ്മൾ വീണ്ടും പലതിനെയും നമ്മൾ ബാലിക്ഷ്യമായ നിലയിൽ നമ്മൾ പലതിനെയും ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സേവനത്തിന് വേണ്ടി, അതന്നെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. സോ വി ആർ ഫ്രീഡ് ടു എക്സസൈസ് ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കുക, നമ്മളെ തന്നെ വിധേയപ്പെടുത്തുക, നമ്മളെ തന്നെ ഈൽഡ് ചെയ്യുക. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ശുശ്രൂഷകളിലും പ്രസംഗങ്ങളിലൊക്കെ അത് എംഫസൈസ് ചെയ്ത് ആത്മാ വീണ്ടും വീണ്ടും നമ്മളെ കേൾപ്പിക്കുകയാണ്. സോ വി നീഡ് ടു ജസ്റ്റ് കമ്മിറ്റ് ആൻഡ് സബ്മിറ്റ് ടു ദി വർക്ക് ഓഫ് സ്പിരിറ്റ്, നോട്ട് ടു ദി വർക്ക് ഓഫ് ഈവിൾ, നോട്ട് ടു ദി വർക്ക് ഓഫ് അവർ ഓൺ ഫ്ലഷ്. നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകൾക്കല്ല. പ്രൈസ് ദി ലോർഡ്. എന്നിലുണ്ട് ജഡത്തിൻ്റെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജഡത്തിൻ്റെ അവസ്ഥ എഴുതി വെച്ചിട്ട് അതെന്ത് ചെയ്യണം? ഓരോ ദിവസവും അതിൻ്റെ മാർജിൻ കുറച്ച് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളായി വേർപെട്ടവരായി വിശുദ്ധന്മാരായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി ക്ലബ്ബ് നടത്തുന്ന മറ്റൊരു ലയൺസ് ക്ലബ്ബ് പോലെയുള്ള ഒരു ക്ലബ്ബാണ് COG എന്നൊക്കെ പേര് കൊടുത്ത് നമ്മളിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ഈൽഡിങ്ങിലേക്കൊന്ന് വരുമ്പോൾ നമ്മുടെ ചില സ്വയത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ ജഡത്തിൻ്റെ ചില ചിന്തകൾ, നമ്മുടെ ചില തോട്ട്സ്, നമ്മുടെ ചില ഈ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ചില മോട്ടീവ്സ്, നമ്മുടെ ചില ആക്ഷൻസ്, അതെല്ലാം അതിൻ്റെ പാപരാഗങ്ങൾ അവിടെ വിളിക്കുന്ന അതെല്ലാം ദ മോട്ടീവ്സ് എല്ലാം അഴിഞ്ഞു മാറും. എന്നിട്ട് നമുക്ക് ആ അക്ഷരത്തിൻ്റെ ആ ഓൾഡ്നെസ്സിലല്ല, ആത്മാവിൻ്റെ ന്യൂനെസ്സിൽ, ആത്മാവിൻ്റെ പുതുക്കത്തിൽ, ആത്മാവിൻ്റെ ന്യൂനെസ്സിൽ, പ്രൈസ് ദി ലോർഡ്, വിച്ച് ഈസ് ബെറ്റർ ദാൻ ദി ഓൾഡൻ വൺ, വിച്ച് ഈസ് ബെറ്റർ ദാൻ ദി ഓൾഡ്നെസ് ഓഫ് ദി ലെറ്റേഴ്സ്. അതിനുവേണ്ടി എത്ര പേർക്ക് ഈ രാത്രികാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, സോ ന്യായപ്രമാണവും പാപവും തമ്മിലുള്ള ബന്ധത്തെ
വളരെ ദൃശ്യമായ നിലയിൽ പൗലോസ് ഒരു ഭർത്താവും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭർത്തവ്യ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കി നമുക്ക് തരുമ്പോൾ, ആർ വി സ്റ്റിൽ കണ്ടിന്യൂയിങ് വിത്ത് ദി ഓൾഡ് റിലേഷൻ? നോ, ലീവ് ദാറ്റ് ഓൾഡ് റിലേഷൻ. എൻ്റർ ഇൻ ടു എ ന്യൂ ഫാമിലി, എൻ്റർ ഇൻ ടു എ ന്യൂ റിലേഷൻ. ഇഫ് വി ഹാവ് ഡൈഡ് ടു ദാറ്റ് ഓൾഡ് റിലേഷൻ, ആ പഴയ ന്യായപ്രമാണത്തിൽ നാം മരിച്ചുവെങ്കിൽ, ക്രിസ്തുയേശുവിനാൽ നമ്മൾ മരിച്ചുവെങ്കിൽ, വി ആർ നൗ എൻ്ററിങ് ഇൻ ടു എ ന്യൂ റിലേഷൻഷിപ്പ്. അതിലേക്ക് എത്തിച്ചേരുവാൻ എത്ര പേര് തങ്ങളെ തന്നെ ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കും? നമ്മുടെ ജീവിതം കർത്താവിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് ഈ ന്യായപ്രമാണത്തിൻ്റെ റിജിഡിറ്റിയിലും എൻ്റെ ജീവിതത്തിൻ്റെ ആ വൈകാരിക തലത്തിൽ മാത്രമല്ല, ആത്മാവിൻ്റെ ഒരു തലത്തിൽ എന്നെ ജീവിക്കാനായി എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനാൽ എന്നെ ഒന്ന് നിയന്ത്രിക്കണമേ. എന്നെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ അഭിലാഷം. നമ്മളൊരു വാക്ക് ഒരു വ്യക്തിയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും വി ഹാവ് ടു ഫിൽട്ടർ എവറിത്തിങ്. ഇതെൻ്റെ ജഡമാണോ സംസാരിക്കുന്നത്? നമ്മൾ ആത്മാവിൻ്റെ പരിവർത്തന, അത് എഴുതിയിരിക്കുന്നത് അവിടെ ആത്മാവിൻ്റെ 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടേതായ നമ്മുടെ ചിന്തകളിൽ, ആ ചിന്തകളിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ മെസ്സേജുകളിൽ, നമ്മുടെ വാട്സപ്പിൽ, ഇതൊക്കെ പുതു ലോകമായതുകൊണ്ട് അന്ന് വെർബലിലുള്ള ഒരു വ്യാപാരം മാത്രമേ നടക്കുന്നുള്ളൂ. ഇന്ന് നമുക്ക് ടെക്നോളജിയുടെ അതിന് സഹായിക്കാനുള്ളത് കൊണ്ട് ഇതെല്ലാം നമുക്ക് അടുത്തതായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടുമ്പോഴും വി ഹാവ് ടു തിങ്ക് അവർ സെൽഫ് വെദർ ദിസ് ഈസ് ഇൻസ്റ്റിഗേറ്റഡ് ബൈ മൈ ഫ്ലഷ്. ഇഫ് ഇറ്റ് ഈസ് മൈ ഫ്ലഷ്, ഡെഫിനറ്റ്ലി വി ആർ ഇൻ എ ഓൾഡ് റിലേഷൻ. എന്ന് നമുക്ക് തോന്നിയാലും അല്ല പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഓരോ ദിവസവും ക്രൂശിച്ചുകൊണ്ടിരിക്കണം. നമ്മെ തന്നെ ജഡത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തന്നെ ക്രൂശിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാകാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അതിനായി ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളും രാഗങ്ങളും മാറ്റിയിട്ട് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മൾ ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവ